ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് ലോക സംഭവങ്ങൾ കാണുമ്പോൾ നാം പറയാറുണ്ട്. അതിൻ്റെ പിന്നിൽ ചില സൂചനകൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സ്തോത്രം. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ലോകത്തോട് ആദ്യം നടത്തിയ പ്രസംഗം തന്നെ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നാണ്. കാലത്തെക്കുറിച്ചും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരു മനുഷ്യനും ഒന്നും തന്നെ പറയുവാൻ അധികാരമില്ല, അതിന് തക്കതായ ജ്ഞാനവുമില്ല. എന്നാൽ ലോകത്തിൻ്റെ ഉടയവൻ സകല മനുഷ്യരെയും, ഈ ലോകത്തിൽ നാം കാണുന്ന സകല ചരാചരങ്ങളെയും, ഈ പ്രകൃതിയെയും സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവവല്ലഭനായ അധികാരമുള്ള കർത്താവ് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്നാണ്. അത് പറയുവാൻ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. സ്തോത്രം. മനുഷ്യരായ നാം മാനസാന്തരപ്പെട്ട് ദൈവവചനത്തിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങിയിരിക്കണം എന്നാണ് ആ സന്ദേശം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ ഭയപ്പെടാത്തവരും നിരീശ്വരവാദികളും ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്: നിങ്ങളുടെ ദൈവം പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി, എന്തുകൊണ്ടാണ് ഇതുവരെ അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത്? അപ്പോൾ അതൊക്കെ വെറും വാക്കുകളായിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവമക്കളും വിശ്വാസികളും ഒരേ സ്വരത്തിൽ പറയും: ദൈവം എല്ലാവർക്കും മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുക്കുന്നു, അതുകൊണ്ടാണ് കാലത്തിൻ്റെ അവസാനം ഇതുവരെ സംഭവിക്കാത്തത് എന്ന്. സ്തോത്രം. ചിലർ കൂടെ മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷം അറിഞ്ഞ് അതനുസരിച്ച് ദൈവരാജ്യത്തിൽ കാണപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഹല്ലേലൂയ, സ്തോത്രം, ഇങ്ങനെയൊരു സമയം ദീർഘിപ്പിച്ച് നൽകുന്നത്. അല്ലാതെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാഞ്ഞിട്ടോ ദൈവത്തിന് അതിന് ശക്തിയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. മനുഷ്യരിൽ ചിലരെങ്കിലും കൂടെ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവരാജ്യത്തിൽ എത്തിച്ചേരണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് അതിന് പിന്നിലെ കാരണം. സ്തോത്രം. മനുഷ്യൻ്റെ ആയുസ് 70-80 വർഷങ്ങൾ മാത്രമാണുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം കേട്ട് നാം മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ ഒരുങ്ങുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. തലമുറകളോട് കൈമാറി ഈ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഒരു തലമുറ കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ മനുഷ്യൻ്റെ ജീവിതം. വരും തലമുറകൾ കൂടി ദൈവരാജ്യത്തിൽ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സമയം എല്ലാവർക്കും ദീർഘിപ്പിച്ച് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗരാജ്യത്തിൽ സന്തോഷമുണ്ടാകുന്നതെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഹല്ലേലൂയ, നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ കർത്താവിന് അധികാരമുണ്ടെന്ന് നാം മറന്നു പോകരുത്. അനുസരിച്ച് ജീവരക്ഷ പ്രാപിച്ച് ദൈവരാജ്യത്തിലെത്തുവാൻ നമുക്കൊരു സ്വാതന്ത്ര്യം കർത്താവ് നൽകിയിരിക്കുകയാണ്.
ആ അവസരം തക്ക സമയത്ത് അമ്മ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ എല്ലാവർക്കും കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.